ഡൽഹിയിൽ അത്യുഷ്ണം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. താപനില പലയിടങ്ങളിലും 45 ഡിഗ്രി കടന്നു. രാജസ്ഥാനിൽ ചിലയിടങ്ങളിൽ താപനില 50 ഡിഗ്രിയോട് അടുത്തു. അടുത്ത 2 ദിവസം കൂടി കടുത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത്, ഇവിടെ നല്ല മഴയാണ്, പക്ഷേ ഡൽഹിയിലെ സ്ഥിതി അങ്ങനെയല്ല. താപനിലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്? വിശദാംശങ്ങൾ. ഇല്ല, രാവിലെ 11 മണി തൊട്ട് 3 മണി വരെയാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ഈ തരങ്ങളിൽ പൊതു കൂടിച്ചേരലുകളോ അതേപോലെ തന്നെ പൊതുസമ്മേളനങ്ങളോ ഒഫീഷ്യൽ മീറ്റിങ്ങുകളോ നടത്താൻ പാടില്ല എന്നാണ് ഡൽഹി സർക്കാർ അതുപോലെ കേന്ദ്ര സർക്കാരും പുറത്തിറക്കിയ ജാഗ്രതാ നിർദ്ദേശത്തിലുള്ളത്. അതുപോലെ സ്കൂളുകളില്, അതായത് സ്കൂളുകളില് പ്രത്യേക സ്കൂൾ അവധിയാണ് ഡൽഹിയിൽ. സ്കൂളിൽ പ്രത്യേക ക്ലാസുകൾ പാടില്ല എന്ന വ്യക്തമായ ഒരു നിർദ്ദേശവും ഡൽഹി സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഏതായാലും ചൂട് 2 ദിവസം വരെ നീണ്ടു നിൽക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ വ്യക്തം. ജൂൺ 13 വരെ ഇതേ കാലാവസ്ഥയോടും. രാവിലെ 11 മണിക്ക് പാലത്താണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്. 45.6 ഡിഗ്രിയാണ്. ഇത് 2 ദിവസത്തോളം അത് ഉയരാനും 47 ഡിഗ്രി വരെ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഡൽഹി കടുത്ത ചൂടിലും അതേപോലെ തന്നെ ജലക്ഷാമവും പല പ്രദേശങ്ങളും അനുഭവപ്പെടുന്നുണ്ട്. പല കോളനികളിലും ജലക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. ആ വാർത്തകളും പുറത്തു വരുന്നു. അഖില.